ഇപ്പോൾ ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ച ചാപ്റ്ററിന്റെ ബാക്കി രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. എന്താണ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിക്കുകയാണ്. അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഒരു കോമ്പസ് നീഡിൽ ഉപയോഗിച്ച് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്തു. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ മാഗ്നറ്റിക് ഫീൽഡിന് ഇവിടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനും ചേഞ്ച് ഉണ്ടാകും. പിന്നെ നമ്മൾ അടുത്തൊരു കാര്യം പറഞ്ഞത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ കുറിച്ച് പറഞ്ഞ ഒരു റൂളിനെ കുറിച്ചാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്ന റൂളാണ്. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും തോന്നുന്നു. അതായത് ഒരു കണ്ടക്ടർ, ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെങ്കിൽ അതർ ഫിംഗേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു റൂള് നമ്മൾ പറഞ്ഞായിരുന്നു, മാക്സ്വെൽസ് കോർപ്പസ്ക്രൂ റൂൾ എന്ന് പറയുന്ന റൂളും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ ഉണ്ടാകുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ എന്നുള്ളതിനെ കുറിച്ചാണ്. ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ആക്ടിവിറ്റി നിങ്ങൾ ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫിഗറാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു ലൂപ്പ്, ആ ലൂപ്പ് നമ്മൾ കാർഡ് ബോർഡിന്റെ പുറത്ത് പ്ലേസ് ചെയ്തു. ഇനി അതിലൂടെ എ ബി എന്ന് പറയുന്ന ആ ഭാഗമാണ് ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. ഈ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ സെൻട്രൽ പോർഷനിൽ ഒരു കോമ്പസ് ഈ കോമ്പസ് ഫീൽഡിൽ വെച്ചുകൊണ്ട് നമ്മൾ മധ്യഭാഗത്ത് വെച്ചു, സെൻട്രൽ പോർഷനിൽ വെച്ചു. കോമ്പസ് ഫീൽഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയാമല്ലോ? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ മാഗ്നറ്റിക് പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ കോമ്പസ് ഫീൽഡിൽ ഇതിന്റെ ഈ സർക്കുലർ ലൂപ്പിന്റെ എക്സാക്ട് സെന്റർ വെക്കും. സെന്റർ വെച്ചതിന് ശേഷം രണ്ട് ഡയറക്ഷനിലേക്ക്, അതായത് ഈ സെന്ററിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്കും എ എന്ന് പറയുന്ന പോയിന്റിലേക്കും നിങ്ങൾ സാവധാനം ഇതിനെ മൂവ് ചെയ്തു. അതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് വെസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷനിലേക്കും ഈസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷനിലേക്കും സാവധാനം മൂവ് ചെയ്തു. ഇങ്ങനെ രണ്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തുമ്പോൾ ഈ മാഗ്നറ്റിക് കോമ്പസിന്റെ ഡിഫ്ലക്ഷൻ അങ്ങ് കട്ടാവും, പിന്നെ ഡിഫ്ലക്ട് ചെയ്യത്തില്ല. അപ്പൊ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നിന്ന് സപ്പോസ് ഒരു 5 സെന്റിമീറ്റർ അകലെ എത്തിയപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് അങ്ങ് ഡിഫ്ലക്ഷൻ കട്ടായി എന്ന് വിചാരിക്കുക. അത് പിന്നെ കോമ്പസ് ഡിഫ്ലക്ട് ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിനപ്പുറത്തോട്ട് ആ 5 സെന്റിമീറ്റർ അപ്പുറത്തോട്ടേക്ക് എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് ഇല്ല എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ സപ്പോസ് ഒരു 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് എല്ലായിടത്തും മാഗ്നറ്റിക് ഫ്ലക്സിനെ കവർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കും. ഇനി ഞാൻ അടുത്തൊരു കാര്യം ചെയ്യാണ്. ഇവിടെ എ ബി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിംഗിൾ വയർ മാത്രമേ ഉള്ളൂ. ഈ സ്ഥാനത്ത് ഇവിടെയുള്ള നമ്പർ ഓഫ് ടേൺസ്, രണ്ടാമതൊരു വയർ കൂടി ഞാൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ഒരു വയർ കൂടി എ ബി എന്ന് പറയുന്ന ഭാഗത്ത് കണക്ട് ചെയ്ത് അതിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഇനി നിങ്ങൾ ഇതേ ആക്ടിവിറ്റി വീണ്ടും ചെയ്ത് നോക്കുക. സെന്ററിൽ നിന്ന് വശങ്ങളിലേക്ക് നേരത്തെ നമ്മൾ 5 സെന്റിമീറ്റർ വരെയാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായത്. ഇപ്പൊ നിങ്ങൾ അത് മൂവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ 5 സെന്റിമീറ്റർ കഴിഞ്ഞും കുറച്ചുകൂടെ ഡിഫ്ലക്ഷൻ കാണാം. അതായത് സപ്പോസ് ഒരു 8 സെന്റിമീറ്റർ വരെ. അപ്പൊ നമ്മൾ ആദ്യം ഒരു ടേൺ ഉണ്ടായിരുന്നപ്പോ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു വിചാരിക്കാം. എങ്കിൽ 2 ടേൺ ആയപ്പോ അത് ഈ 5-നേക്കാൾ കൂടിയൊരു സെന്റിമീറ്ററിലേക്ക്, സപ്പോസ് 8 സെന്റിമീറ്റർ എന്ന് വിചാരിക്കും. ഒരു 8 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് വരെ എന്ത് ചെയ്യും? ഈ ഡിഫ്ലക്ഷൻ നമുക്ക് ഒരുപക്ഷെ കാണാൻ കഴിയും. അതായത് കാണാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ടേൺ ആയിരുന്നപ്പോൾ 5 സെന്റിമീറ്റർ, 2 ടേൺ ആയപ്പോൾ 8 സെന്റിമീറ്റർ. വീണ്ടും ഞാൻ ഒരു ടേൺ കൂടെ ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്. ഒരു ടേൺ കൂടെ ഇൻക്രീസ് ചെയ്ത് കറണ്ട് പാസ് ചെയ്യുക. അപ്പൊ അത് സംഭവിക്കും, ഒരു മൂന്നാമത്തെ ടേൺ ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്പോസ് ഇവിടുത്തെ ഒരു ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ ആയി മാറാം. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കോമ്പസ് നീഡിൽ സെന്ററിൽ നിന്ന് വശങ്ങളിലേക്ക് മൂവ് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് ആണ്. ഒരു ടേൺ ഉണ്ടായിരുന്നപ്പോൾ 5 സെന്റിമീറ്റർ കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ 0 ആയി. 2 ടേൺ വെച്ചപ്പോൾ ഇത്ര സെന്റിമീറ്റർ വരെ, 8 സെന്റിമീറ്റർ വരെ. 3 ടേൺ വെച്ചപ്പോൾ 10 സെന്റിമീറ്റർ ഡിഫ്ലക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത
എന്തിന്റെ അളവ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ക്രിസ്ത്യൻ ഓസ്റ്റഡ് പറഞ്ഞത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ എന്തുണ്ടാവുന്നതാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതാണ്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇവിടെ നമ്മൾ കണ്ടെത്തിയത്. ആ ഫാക്ടർ ഇതാണ്. ഒന്നാമത്തെ ഫാക്ടറായിട്ട് നമുക്ക് എഴുതാം നമ്പർ ഓഫ് ടേൺസ് എന്ന് എഴുതാം. നമ്പർ ഓഫ് ടേൺസ് ആണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്ത ഒന്നാമത്തെ ഫാക്ടർ. അതായത് ചുറ്റുകളുടെ എണ്ണം. അതായത് ഈ കോയിലിനകത്ത് വരുന്ന ചുറ്റുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അതിന്റെ കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവെന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇതേ കാര്യം തന്നെയാണ്. നമ്മളിപ്പോ ഒന്നാമത്തെ കോയിൽ തന്നെ എടുത്തുകൊണ്ട് ഒറ്റ കോയിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. എ ബി എന്ന് പറയുന്ന ഭാഗത്ത് ഒരു കോയിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി കോയിലുകൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു കോയിൽ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ സ്ട്രെങ്ത് കൂട്ടുകയാണ്. അതായത് നമ്മൾ ഒരു റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് നമുക്ക് സർക്യൂട്ടിലുള്ള ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് സർക്യൂട്ടിലുള്ള വൈദ്യുത പ്രവാഹ തീവ്രത നിയന്ത്രിക്കാൻ എന്ത് ഉപയോഗിക്കാൻ പറ്റും? റിയോസ്റ്റാറ്റ് ഉപയോഗിക്കാം. അപ്പൊ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാനിപ്പോ ഒരു 1 ആംപിയർ കറണ്ട് പാസ് ചെയ്യണം. 1 ആംപിയർ എ ബി എന്ന് പറയുന്ന സർക്കുലർ ലൂപ്പിൽ കൂടി 1 ആംപിയർ കറണ്ട് പാസ് ചെയ്യും. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രവർത്തനം വീണ്ടും ചെയ്ത് നോക്കുകയാണ്. എന്ത് ചെയ്യുന്നു? കോമ്പസിന് നടുക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഇരുവശങ്ങളിലേക്ക് ഇതിനെ മൂവ് ചെയ്യിക്കുക. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ അളവുകൾ തന്നെ എടുത്തു നോക്കാം. ആദ്യം ഒരു 1 ആംപിയർ കറണ്ട് വെച്ചപ്പോൾ ഒരു 5 സെന്റിമീറ്റർ വരെ ഉണ്ടായിരുന്നു. ഓക്കെ, 1 ആംപിയർ കറണ്ട് പാസ് ചെയ്തപ്പോൾ ഒരു 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് വരെ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തു. അതിനുശേഷം ഡിഫ്ലക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സെന്ററിൽ നിന്ന് 5 സെന്റിമീറ്റർ വരെ എല്ലാ ദിശയിലേക്കും, അതായത് ബി എന്ന് പറയുന്ന പോർഷനിലേക്കും വെസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷനിലേക്കും ഈസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷനിലേക്കും സൗത്തിലേക്കും എല്ലായിടത്തേക്കും 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചു. ഇനി ഞാൻ ഈ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു 2 ആംപിയർ ആക്കി കൊടുക്കുകയാണ്. എന്ത് സംഭവിക്കും? നേരത്തെ നമ്മൾ കണ്ടതുപോലെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയപ്പോൾ കണ്ടതുപോലെ ഇവിടെ എന്ത് ചെയ്യും? ഈ 5 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു 8 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലേക്ക് എന്ത് സംഭവിക്കാം? മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടാം. ഇനി വീണ്ടും ഇതൊരു 3 ആംപിയർ ആക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു 10 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലേക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിഫ്ലക്ഷൻ കൊണ്ടുവരാം. അതായത് ആദ്യം 1 ആംപിയർ ആയിരുന്നപ്പോൾ 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസിന് ശേഷം 5 സെന്റിമീറ്റർ ദൂരത്തിന് ശേഷം കോമ്പസ് നീഡിന്റെ ഡിഫ്ലക്ഷൻ 0 ആയി. അതായത് ഡിഫ്ലക്ട് ചെയ്യുന്നില്ല. 2 ആംപിയർ കറണ്ട് ആക്കിയപ്പോൾ അത് എത്ര സെന്റിമീറ്റർ പോയി? 8 സെന്റിമീറ്റർ. 3 ആംപിയർ കറണ്ട് ആക്കിയപ്പോൾ അതൊരു 10 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് വരെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കവർ ചെയ്യാൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് കൂടി കഴിഞ്ഞാലും എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അപ്പൊ അതിന് ഡിപ്പെൻഡ് ചെയ്ത രണ്ടാമതൊരു ഫാക്ടർ ആണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് നമുക്ക് മലയാളത്തിലെ വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയും. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ ചുറ്റുകളുടെ എണ്ണം, ചുറ്റുകളുടെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് തീവ്രത, വൈദ്യുത പ്രവാഹ തീവ്രത. ഈ രണ്ട് കാര്യങ്ങളെ എന്ത് ഡിപ്പെൻഡ് ചെയ്യും? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ കറണ്ടിന്റെ ഡയറക്ഷൻ മാറിയാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. ഇനി അവിടെ ഉണ്ടാകുന്ന ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക്, അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് നമ്പർ ഓഫ് ടേൺസും രണ്ടാമത്തത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ടും. ഇങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യും? ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ ഓക്കെ അടുത്ത് നമ്മൾ പറയുന്നത് സോളിനോയിഡിനെ കുറിച്ചാണ്. എന്താണ് സോളിനോയിഡ്? സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാലിക് വയർ ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്സ്. ഒരു ഹെലിക്കൽ ഷേപ്പിൽ മെറ്റാലിക് വയർ വൈൻഡ് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്നവരാണ് സോളിനോയിഡ്. അതായത് നമ്മൾ ഒരു കമ്പിച്ചുരുൾ എന്ന് പറയുന്ന സംഗതിയല്ലേ. അപ്പോൾ നമ്മൾ 1 മീറ്റർ നീളമുള്ളൊരു കമ്പിച്ചുരുളെടുത്ത് സോളിനോയിഡ് ആക്കിയാൽ മാറ്റി. എന്നിട്ട് ഈ സോളിനോയിഡിനെ നമ്മളൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യാം. ഒരു സെല്ലുമായിട്ട് കണക്ട്. അപ്പൊ സോളിനോയിഡിനെ സെല്ലുമായിട്ട് കണക്ട് ചെയ്യും. ഈ സോളിനോയിഡിനകത്ത് ഞാനൊരു സോഫ്റ്റ് അയൺ പ്ലേസ് ചെയ്യാം. സോഫ്റ്റ് അയൺ കോർ പ്ലേസ് ചെയ്യും. സോഫ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ പച്ചിരുമ്പിനെ നമ്മൾ ഈ സോളിനോയിഡിനകത്ത് പ്ലേസ് ചെയ്യും. അപ്പൊ നമ്മൾ സോളിനോയിഡിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു.
നമ്മൾ നേരത്തെ ആദ്യം ചാപ്റ്റർ തുടങ്ങിയപ്പോൾ കണ്ടൊരു കാര്യമാണ്. സോളിനോയിഡിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു, ആ സോളിനോയിഡിനകത്ത് ഒരു പച്ചിരുമ്പ് വെച്ചിരിക്കുകയാണ്. എന്ത് സംഭവിക്കും? നിങ്ങളൊരു കോമ്പസ് നീഡിൽ കൊണ്ടുവന്നതിന് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. കാരണം എന്തായി കഴിഞ്ഞു? ഇതൊരു മാഗ്നറ്റ് ആയി. ഈ മാഗ്നറ്റിനെ നമ്മളൊരു പേര് വിളിക്കും. എന്ത് മാഗ്നറ്റ്? ടെമ്പററി മാഗ്നറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയും. ഇലക്ട്രോ മാഗ്നറ്റ് അതായത് താൽക്കാലിക കാന്തം. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക കാന്തം, പെർമനന്റ് അല്ല, താൽക്കാലികമായ കാന്തം. അങ്ങനെ താൽക്കാലികമായ കാന്തം, അതായത് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നതിന്റെ കാരണം നമ്മൾ എപ്പോഴാണോ ഇവിടെയുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ കട്ട് ചെയ്യുന്ന ആ സ്പോട്ടിൽ ഇത് എന്ത് മാത്രമായി നിലനിർത്തും? ഒരു സോളിനോയിഡ് മാത്രമായി. ഇനി ഈ സോളിനോയിഡിനകത്തുനിന്ന് ഞാൻ ഈ സോഫ്റ്റ് ആൻഡ് കോറിനെ ഒന്ന് മാറ്റുകയാണ്. എന്താ സംഭവിക്കുക? സോഫ്റ്റ് ആൻഡ് കോറിനെ മാറ്റുമ്പോൾ ഈ സോഫ്റ്റ് ആൻഡ് കോർ എന്ന് പറയുന്നത് ഇതിനകത്തില്ല എങ്കിലും ഈ സോളിനോയിഡ് ഒരു മാഗ്നറ്റ് തന്നെ ആയിരിക്കും. പക്ഷെ അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. സോഫ്റ്റ് ആൻഡ് പീസ് ഇരിക്കുമ്പോഴുണ്ടാകുന്ന സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു സോഫ്റ്റ് ആൻഡ് പീസ് വയ്ക്കുന്ന സമയത്ത് ഇതിനൊരു 10 ടെസ്ല, ഈ ടെസ്ല എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു യൂണിറ്റ് ആണ്. ടെസ്ല അല്ലാതൊരു CGS സിസ്റ്റത്തിൽ ഒരു യൂണിറ്റ് ഉണ്ട്, ഗോസ് എന്ന് പറയുന്നൊരു യൂണിറ്റ് ആണ്. SI സിസ്റ്റത്തിനകത്താണ്. CGS SI സിസ്റ്റം നിങ്ങൾ ഇപ്പോഴും പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നില്ല, അടുത്ത വർഷം +1 പഠിക്കാൻ പറ്റും. അപ്പോൾ സപ്പോസ് ടെസ്ല എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ 10 ടെസ്ല ഉണ്ടെന്ന് വിചാരിക്കുക. സോഫ്റ്റ് ആൻഡ് പീസ് വെച്ചിരുന്നപ്പോൾ ഒരു 10 ടെസ്ല ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സോഫ്റ്റ് ആൻഡ് പീസിനെ റിമൂവ് ചെയ്തപ്പോൾ, സോഫ്റ്റ് ആൻഡ് പീസ് ഇല്ലാതെങ്കിൽ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു 2 ടെസ്ല ആയി മാറാം. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് പറയാം. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു സോഫ്റ്റ് ആൻഡ് പീസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്. ഇനി നമ്മൾ നേരത്തെ പെർമനന്റ് മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ് കണ്ടതുപോലെ തന്നെ ഇവിടെ എന്തും ഉണ്ടാവും? പൊളാരിറ്റി ഉണ്ടാവും. അതായത് നോർത്ത് സൗത്ത് പോളുകൾ ഇവിടെ ഉണ്ടാവും. ആ നോർത്ത് സൗത്ത് പോളുകൾ ഉണ്ടാകുന്നത് ഇവിടെ എൻ്റർ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷനെ ബേസ് ചെയ്ത്. അതായത് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. എന്താണ്? സൗത്ത് നോർത്ത് 2 പോളുകൾ ഇവിടെ ഉണ്ടാവും. സോളിനോയിഡിൽ സൗത്ത് നോർത്ത് പോളുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനൊരു കോഡ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. NaSC എന്നൊരു കോഡ് അറിഞ്ഞിരിക്കുക. NaSC അതായത് കറണ്ട് എൻ്റർ ചെയ്യുന്ന ഭാഗം ഇവിടെയാണ് എൻ്റർ ചെയ്യുന്നത്. എൻ്റർ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ, ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, അങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ, ക്ലോക്ക് വൈസ് അതായത് ക്ലോക്കിന് സൂചി മൂവിംഗ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ എൻ്റർ ചെയ്യുന്ന ഭാഗത്ത്, അതായത് ഇവിടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഈ എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് സൗത്ത് പോളും ഇപ്പുറത്തെ ഭാഗത്ത് ഏത് പോളും ഉണ്ടാവും? നോർത്ത് പോളും. അതായത് എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് സോളിനോയിഡിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന, കറണ്ട് പാസ് ചെയ്യുന്ന ഭാഗത്ത് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഉണ്ടാകുന്ന പോള് സൗത്ത്. ഇനി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതായത് ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പോള് നോർത്ത്. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ നിങ്ങൾ ഈ കോഡ് മാത്രം പഠിച്ചിരുന്നാൽ മതി. കറണ്ട് എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ രണ്ടായാലും അങ്ങനെ തന്നെയാണ്. അതായത് എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പോള് സൗത്ത്, ആന്റി ക്ലോക്ക് വൈസ് ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് നോർത്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 ഭാഗത്തും അങ്ങനെയായിരിക്കും ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, സോളിനോയിഡിൽ നമ്മൾ സാധാരണ പെർമനന്റ് മാഗ്നറ്റിക് കണ്ടതുപോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും, നോർത്തും സൗത്തും ഉണ്ടാവും. ഉണ്ടാകുന്ന പോൾ എന്ന് പറയുന്നത് കറണ്ട് എൻ്റർ ചെയ്യുന്നത് ക്ലോക്ക് വൈസിലാണെങ്കിൽ എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് സൗത്ത് പോള്, കറണ്ട് എൻ്റർ ചെയ്യുന്ന ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന പോള് നോർത്ത് പോളായി. ഓക്കെ, അപ്പോൾ സോളിനോയിഡിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആവും, മാഗ്നറ്റ് ആയിട്ട് തന്നെ പ്രവർത്തിക്കും. ആ മാഗ്നറ്റിന്റെ ഫോഴ്സിനെ കുറിച്ചാണ്. ഇനി ഇപ്പോൾ നമ്മൾ ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങൾ, അതായത് ഇപ്പൊ പറഞ്ഞത് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ സോളിനോയിഡിലൂടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിലൂടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് പവറിനെ, കാന്തശക്തിയെ സ്വാധീനിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളാണ്, ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തൊക്കെ ഘടകങ്ങളുണ്ടെന്ന് മനസ്സിലാവും. നേരത്തെ നമ്മൾ 2 ഫാക്ടേഴ്സ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ ഫാക്ടർ നമ്മൾ പറഞ്ഞത്, തൊട്ട് മുമ്പ് പറഞ്ഞത് നമ്പർ ഓഫ് ടേൺസിനെ കുറിച്ചായിരുന്നു, അതായത് ചുറ്റുകളുടെ എണ്ണത്തിനെ കുറിച്ചായിരുന്നു. രണ്ടാമത് നമ്മൾ ആ ഒരു ആക്ടിവിറ്റിയിൽ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ഇതായിരുന്നു, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചായിരുന്നു, വൈദ്യുത പ്രവാഹ തീവ്രതയെ കുറിച്ചായിരുന്നു. അങ്ങനെ 2 ഫാക്ടേഴ്സ് പറഞ്ഞു. ഇപ്പൊ നമ്മൾ മൂന്നാമതൊരു ഫാക്ടർ പറഞ്ഞത് നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഒരു സോഫ്റ്റ് ആൻഡ്
കോറിനെ കുറിച്ച് പറയും. സോഫ്റ്റ് അയൺ കോർ പ്ലേസ് ചെയ്തപ്പോഴും കോർ റിമൂവ് ചെയ്തപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് യൂസ് ഓഫ് അയൺ കോർ. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് യൂസ് ഓഫ് അയൺ കോർ. അയൺ കോർ അതായത് പച്ചിരുമ്പ് അയൺ ഇതാണ് എഴുതിയിരിക്കുന്നത്, അയൺ കോർ. ഓക്കെ, അപ്പോ യൂസ് ഓഫ് അയൺ കോർ. ഇനി മൂന്ന് ഫാക്ടറായി നാലാമത് ഒരു ഫാക്ടർ കൂടെ ഉണ്ടാകും. ആ ഫാക്ടർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന ഫാക്ടറാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അതായത് ഇവിടെ ഉണ്ടാകുന്ന സോഫ്റ്റ് അയൺ പീസിന്റെ ഏരിയ. സോഫ്റ്റ് അയൺ പീസ് നാരോ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കുറവായിരിക്കും. അതിന്റെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ഏരിയ, അതായത് തിക്നെസ് കൂടിയൊരു സോഫ്റ്റ് അയൺ പീസാണ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അങ്ങനെ 4 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. 2 ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് യൂസ് ഓഫ് അയൺ കോർ, സോഫ്റ്റ് അയൺ കോർ. നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇങ്ങനെ 4 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണം, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുതപ്രവാഹ തീവ്രത, യൂസ് ഓഫ് അയൺ കോർ എന്ന് പറയുന്നത്, പച്ചിരുമ്പിന്റെ ഉപയോഗം, നാലാമത്തത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അതായത് ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് സോളിനോയിഡിലൂടെയുള്ള ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അടുത്ത നമ്മൾ പറയുന്നത് ചാപ്റ്ററിന് ആദ്യം പറഞ്ഞൊരു കാര്യത്തെ കുറിച്ചാണ്. അതായത് ബാർ മാഗ്നറ്റും ഒരു ടെമ്പററി മാഗ്നറ്റും, അതായത് ഒരു ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള മാഗ്നറ്റിക് പവറിലെ ഡിഫറൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ടെക്സ്റ്റിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്നത് ഒരു ബാർ മാഗ്നറ്റ് ആണ്, രണ്ടാമതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഈ ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഇതൊരു സോളിനോയിഡിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിരിക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ ഇത് മാഗ്നറ്റ് ആവുന്നുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാത്രം ഇത് മാഗ്നറ്റിക് പവർ കാണിക്കും. ഇവിടെ ആണെങ്കിൽ അങ്ങനെയല്ല, എപ്പോഴും അതിന് മാഗ്നറ്റിക് പവർ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ ബാർ മാഗ്നറ്റ് എന്ന്, ഇതിനെ സോളിനോയിഡ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റ്, ടെമ്പററി മാഗ്നറ്റ്, താൽക്കാലിക കാന്തം, ഇത് സ്ഥിരകാന്തം എന്ന് പറയും. എഴുതിയിട്ടുണ്ട് മാഗ്നറ്റിസം ഈസ് പെർമനന്റ്. ബാർ മാഗ്നറ്റിസത്തെ സംബന്ധിച്ചാണ് എഴുതിയിരിക്കുന്നത്. മാഗ്നറ്റിസം ഈസ് പെർമനന്റ്. മലയാളത്തിൽ കാന്തിക ശക്തി എന്ന് പറയുന്നത് സ്ഥിരമാണ്. അത് ടെക്സ്റ്റിനകത്ത് ഒരെണ്ണം എഴുതിയിട്ടുണ്ട്. കാന്തിക ശക്തി എന്ന് പറയുന്നത് സ്ഥിരമാണ്. ബാർ മാഗ്നറ്റിനെ സംബന്ധിച്ച് ഈ മാഗ്നറ്റിക് പവർ എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നത്. അതേസമയം സോളിനോയിഡിനെ സംബന്ധിച്ച് മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഈസ് ടെമ്പററി, അതായത് താൽക്കാലികമാണ്. കാന്തശക്തി താൽക്കാലികമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി സ്റ്റോപ്പ് ആയാൽ ഇത് മാഗ്നറ്റ് അല്ല, പ്യുവർലി സോളിനോയിഡ് മാത്രം. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിസം ഈസ് ടെമ്പററി, അതായത് കാന്തിക ശക്തി താൽക്കാലികമാണ്. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇതൊരു പെർമനന്റ് മാഗ്നറ്റ് ആണ്, അതായത് എപ്പോഴും ഇത് മാഗ്നറ്റ് തന്നെയായിരിക്കും, സ്ഥിരകാന്തം തന്നെയായി തന്നെ എപ്പോഴും നിലനിൽക്കും. അതായത് പിന്നെ നമുക്ക് മാഗ്നറ്റായി ഉണ്ടാക്കി കഴിഞ്ഞാൽ, മാനുഫാക്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് വേറൊന്നും ചെയ്യാൻ. അപ്പോൾ മാഗ്നറ്റ് എന്ന് പറയുന്നത് പെർമനന്റ്ലി മാഗ്നറ്റ്, സ്ഥിരകാന്തമായിരിക്കും. പക്ഷെ ഇവിടെ ആണെങ്കിലോ ഇലക്ട്രിസിറ്റി ഈസ് പാസ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാത്രമേ മാഗ്നറ്റ് ആവുന്നുള്ളൂ, അല്ലാത്ത സമയത്ത് മാഗ്നറ്റ് ആവുന്നില്ല. അപ്പൊ ഇലക്ട്രിസിറ്റി ഈസ് പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ മാത്രമേ ഇത് മാഗ്നറ്റ് ആവുന്നുള്ളൂ. ഇനി ഇപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത് ബാർ മാഗ്നറ്റിനെ സംബന്ധിച്ച് സ്ട്രെങ്ത് കനോട്ട് ബി ചേഞ്ച്. അതായത് ഇപ്പൊ നമ്മളിപ്പോ മാനുഫാക്ചർ ചെയ്തപ്പോൾ ഒരു 2 ടെസ്ല മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൊരു ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്നു വിചാരിക്കും. അതിന് പിന്നീട് ഒരിക്കലും 5 ടെസ്ലയിലേക്ക്, ടെസ്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പൊ 2 ടെസ്ലയിൽ നിന്ന് 5 ടെസ്ലയിലേക്ക് ഒരിക്കലും ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല, കൂട്ടാൻ പറ്റത്തില്ല. അത് മാഗ്നറ്റിന് ഇപ്പൊ നമ്മളൊരു ചെറിയൊരു മാഗ്നറ്റിക് പവർ ഉള്ള ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ആ മാഗ്നറ്റിക് പവറിനെ പിന്നെ നമുക്ക് കൂട്ടാൻ ഒരിക്കലും കഴിയും. പക്ഷെ അതേസമയം ഈ പറഞ്ഞ സോളിനോയിഡിനകത്തുണ്ടാകുന്ന ഇലക്ട്രിസിറ്റി ഈ ടെമ്പററി മാഗ്നറ്റിന് നമുക്ക് മാഗ്നറ്റിക് പവർ ഇൻക്രീസ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ക്യാൻ ബി ചേഞ്ച്. സോളിനോയിഡിന്റെ മാഗ്നറ്റിക് പവർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി നമ്മൾ പഠിച്ചു. ഇതൊക്കെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു. ഇവിടെയുള്ള നമ്പർ ഓഫ് ടേൺസ് കൂട്ടി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കൂട്ടിയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു സോഫ്റ്റ് അയൺ കോർ പ്രൊഡ്യൂസ് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള നമ്പർ ഓഫ് ഏരിയ ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്താൽ മതി. അങ്ങനെ അത്രയും ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സോളിനോയിഡിന്റെ മാഗ്നറ്റിക് പവർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതുപോലെ നമുക്ക് ഒരിക്കലും ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് പവർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പറയുന്നത് പൊളാരിറ്റി ഈസ് ഫിക്സഡ്. ബാർ മാഗ്നറ്റിനെ സംബന്ധിച്ച് ഞാൻ നോർത്തും സൗത്തും എഴുതിയിട്ടുണ്ട്. ഈ നോർത്തും സൗത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും എപ്പോഴും. പക്ഷെ അതേസമയം ഇവിടെ ഒരു സോളിനോയിഡിനെ സംബന്ധിച്ച് ഈ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യാൻ പറ്റും. എങ്ങനെ റിവേഴ്സ് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞു. എന്ത് ചെയ്താൽ മതി? പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ മാറിയാൽ മതി. ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ മാറുമ്പോൾ ഇതിന്റെ നോർത്ത് സൗത്ത് പോളുകൾ മാറും. അപ്പൊ
പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ധ്രുവത എന്ന് പറയും. ധ്രുവത ചേഞ്ച് ചെയ്യാൻ പറ്റും, അതായത് മാറ്റാൻ പറ്റും. ഓക്കെ, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ധ്രുവത എന്ന് പറയുന്നത് കാന്തിക ധ്രുവത സ്ഥിരമാണ്. ഇവിടെ കാന്തിക ധ്രുവത സ്ഥിരമാണ്. ബാർ മാഗ്നറ്റിനെ സംബന്ധിച്ച്, സോളിനോയിഡിനെ സംബന്ധിച്ച് കാന്തിക ധ്രുവത ചേഞ്ച് ചെയ്യാം, മാറ്റാം, സ്ഥിരമല്ല. ഇനി സ്ട്രെങ്ത് കനോട്ട് ബി ചേഞ്ച്, അതായത് കാന്തിക ശക്തി ഒരിക്കലും കൂട്ടാൻ കഴിയില്ല. ഇവിടെ സോളിനോയിഡിനെ സംബന്ധിച്ച് കാന്തിക ശക്തി കൂട്ടാൻ കഴിയുന്നു, അതാണ് ക്യാൻ ബി ചേഞ്ച് എന്ന്. ഇനി പെർമനന്റ് മാഗ്നറ്റ് സ്ഥിരമായ കാന്തമാണ്. ഇലക്ട്രിസിറ്റി ഈസ് പാസ്, വൈദ്യുതി കടന്നു പോകുമ്പോൾ മാത്രം സോളിനോയിഡ് കാന്തശക്തി. ഇനി മാഗ്നറ്റിസം ഈസ് പെർമനന്റ്. ബാർ മാഗ്നറ്റിനെ സംബന്ധിച്ച് ഈ മാഗ്നറ്റിക് പവർ എന്ന് പറയുന്നത് എപ്പോഴും സ്ഥിരമാണ്, മറ്റേതിനെ സംബന്ധിച്ച് അത് താൽക്കാലികം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ ഈ ഒരു ചാപ്റ്ററിന്റെ പകുതി സെക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഇതിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. അതായത് ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം, ക്രിസ്ത്യൻ ഓർസ്റ്റഡ് പറഞ്ഞ കാര്യമാണ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടാവും. ആ മാഗ്നറ്റിക് പവർ എന്ന് പറയുന്നത് പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് പവർ ചേഞ്ച്. ഇനി അതുപോലെ നമ്മൾ പറഞ്ഞു സോളിനോയിഡ് ആണ്. സോളിനോയിഡിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി, മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത കാര്യം പറഞ്ഞത് ഈ പറഞ്ഞ ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ആദ്യത്തിൽ രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? എന്തിനാണ് ഫാനിന്റെ ഒക്കെ മോട്ടറിനകത്ത് ഇത്രയും സോളിനോയിഡുകൾ അല്ലെങ്കിൽ കമ്പിച്ചുരുളുകൾ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് കമ്പിച്ചുരുളുകൾ കൂടുതലായി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ മാഗ്നറ്റിക് പവർ കൂട്ടാൻ പറ്റും, കാന്തിക ശക്തി കൂട്ടാൻ കഴിയും. അതാണ് നമ്മൾ സോളിനോയിഡ് പറഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ക്യാൻ ബി ചേഞ്ച് എന്ന് പറയുന്നത്. കാന്തിക ശക്തി കൂട്ടാൻ പറ്റും. കൂട്ടാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്ന്, എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞു. സോളിനോയിഡിന്റെ ഫാക്ടേഴ്സ് പറഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞാണ് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ പറഞ്ഞു. അപ്പോൾ ഈ സോളിനോയിഡിലെ ടേൺസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്താൽ മാഗ്നറ്റിക് പവർ കൂട്ടാൻ പറ്റും, കാന്തിക ശക്തി കൂട്ടാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, വൈദ്യുത ഫാനിന്റെ മോട്ടറും മിക്സിയുടെ ആയാലും ഇലക്ട്രിക് മോട്ടറുകളായി കഴിഞ്ഞാലും കറണ്ടിൽ ഉപയോഗിക്കുന്ന മോട്ടർ ആയി കഴിഞ്ഞാൽ ഏത് മോട്ടർ ആയി കഴിഞ്ഞാലും അതിനകത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കും, സോളിനോയിഡ് കൂടുതലായി കമ്പിച്ചുരുളുകൾ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ അവിടെ എന്താ ചെയ്യുന്നതിന് വേണ്ടിയാണ്, അതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പൊ മാഗ്നറ്റിക് പവർ കൂട്ടുന്നതിന് വേണ്ടിയാണ് അവിടെ നമ്മൾ കമ്പിച്ചുരുൾ കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ, ഈ ചാപ്റ്ററിന്റെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മോട്ടോർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ, അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ ഡിവൈസുകളുടെ പ്രവർത്തനത്വം, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്.